ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചനബൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും കറണ്ട് ഫീലിങ്സ് എന്താണ് എന്ന് നോക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് നിങ്ങളുടെ ഫീലിങ്സ് നോക്കാം, അതിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിംഗ് നോക്കാം. നിങ്ങളുടെ ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മാരീഡ് സിറ്റുവേഷൻ ആയാലും അൺമാരീഡ് സിറ്റുവേഷൻ ആയാലും ഒരു സമാധാനമില്ല, ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല. എന്തോ നെഞ്ചിലൊരു ഭാരമുള്ളതുപോലെ ഭയങ്കരമായിട്ട് അസ്വസ്ഥയായിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങളുള്ളത്. അതായത് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു ബന്ധത്തിൻ്റെ എല്ലാ ഭാരവും നിങ്ങളുടെ മേലാണ്. ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് ഒരു ഇതുമില്ല, നിങ്ങളുടെ മേലാണ് എല്ലാ ഭാരവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ എത്രത്തോളം ഭാരം സഹിക്കണം, എത്രത്തോളം ഞാൻ ഇങ്ങനെ എൻ്റെ മേൽ ഇത്ര പ്രഷർ കൊടുക്കണം, എപ്പോഴാണ് ഇതെല്ലാം നേരെയാകുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. എപ്പോഴാണ് എൻ്റെ പേഴ്സൺ ഇതിൽ നിന്നെല്ലാം ഒരു മുക്തി എനിക്ക് തരുന്നത്? ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് കൂടുതലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഫീലിംഗ് ആണ്, അതായത് സെപ്പറേഷൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഫീലിങ്സ് ആണ് ഇപ്പോൾ കാണാൻ സാധിച്ചത്. അതായത് നിങ്ങൾ തമ്മിൽ സംസാരമൊന്നുമില്ല, അപ്പോൾ അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളാണ്. ചില കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടെ ആ ഒരു എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് കോണ്ടാക്റ്റിൽ ഇരുന്നിട്ട് പോലും ഇങ്ങനെ, ഇതിനെയും കാട്ടി ഭേദം നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ വരട്ടെ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുമായിരുന്നു. പക്ഷേ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരുന്നിട്ട് പോലും നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെടൽ തോന്നുകയാണ്. കോണ്ടാക്ട് സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷകൾ വരും. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാകുമ്പോൾ പ്രതീക്ഷകൾ വരത്തില്ല. അയാൾക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ വരട്ടെ, അവൾക്ക് എപ്പോഴാണോ തോന്നുന്നത് അവൾ വരട്ടെ, അങ്ങനൊരു ചിന്തയായിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ട് പോലും ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ചില ആൾക്കാരുടെ പാർട്ട്ണറിൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ ഐസൊലേഷൻ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ് അനുഭവിക്കുകയാണ്. കാരണം എൻ്റെ ലൈഫിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ, ഞാൻ എന്താ ഇങ്ങനെ ഇലൂഷനിലാണോ ജീവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്. ചില സമയം ഈ ഒരു ഐസൊലേഷൻ കാരണം നിങ്ങൾ മറ്റുള്ളവരോട് ഇറിറ്റേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും വഴക്കിട്ട് കാണും. ഈ ഒരു ഭാരം മനസ്സിൽ വച്ചുകൊണ്ട് നിങ്ങളുടെ ദേഷ്യം മറ്റുള്ളവരോട് നിങ്ങൾ തീർത്ത് കാണും. ഇല്ല എങ്കിൽ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം നിങ്ങൾ ആരോടെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ദേഷ്യപ്പെടുന്നു, ഷൗട്ട് ചെയ്യുന്നു മറ്റുള്ളവരോട്. പിന്നെയാണ് അത് എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആലോചിക്കുന്നത്, ഞാൻ എന്തിനാ മറ്റുള്ളവരുടെ ദേഷ്യം ഈ പാവങ്ങളോട് തീർക്കുന്നത് എന്ന് പിന്നെയാണ് നിങ്ങൾ ആലോചിക്കുന്നത്. ചില സമയം നിങ്ങൾ ചില ആൾക്കാരോട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നു, പിന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇത്രത്തോളം സ്റ്റേറ്റ് ഫോർവേഡ് ആവേണ്ട ആവശ്യമില്ല എന്ന് ജീവിതത്തിൽ. ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ ലോ എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെ ആരോ ചീറ്റ് ചെയ്തതുപോലെ, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ ഇങ്ങനെ ചീറ്റ് ചെയ്തത് എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുന്നതായിട്ട്. ഇനി അവർ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, ഞാൻ എൻ്റെ 100% കൊടുത്തു, ഞാൻ വളരെയധികം ഡെഡിക്കേഷനായിട്ടിരുന്നു ഈ ഒരു സ്നേഹത്തിൽ, എന്നിട്ടും അവർ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ആലോചിച്ച് വിഷമിക്കുന്നു നിങ്ങൾ. നിങ്ങളിൽ പല ആൾക്കാരും ഇങ്ങനെയും ചിന്തിക്കുന്നു, ഇനി ഒരു സ്നേഹബന്ധത്തിൽ ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ 100% കൊടുക്കത്തില്ല, ഞാൻ ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് എനിക്ക് തിരിച്ച് ലഭിക്കുന്നത് വേദനകൾ മാത്രമാണല്ലോ എന്നും നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങളിൽ പല ആൾക്കാരും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ബാലൻസിൽ വരണമെന്നാണ്, പക്ഷേ നിങ്ങളെക്കൊണ്ട് ബാലൻസിൽ വരുവാൻ സാധിക്കുന്നില്ല. കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ട് പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ. നിങ്ങൾക്ക് തോന്നുന്നത് കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് വലിയ കാര്യമല്ല, അതിനേക്കാട്ടി വലിയ കാര്യം എനിക്കൊരു അഷുറൻസ് വേണം. അതായത് എൻ്റെ ഫ്യൂച്ചർ നിങ്ങളുടെ കൂടെയാണ് എന്ന് എൻ്റെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു വാക്ക്, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. പ്രോപ്പറായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്, അതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ചില ആൾക്കാരുണ്ട് 1 വർഷം 2 വർഷം 3 വർഷം തൻ്റെ പേഴ്സണിന് വേണ്ടി കാത്തിരിക്കും, ഡെഡിക്കേറ്റഡ് ആയിട്ട്. പക്ഷേ തിരികെ ലഭിക്കുന്നത് ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഇഗ്നോറോ വല്ലതും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ 100% കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതേപോലെ തിരിച്ച് 100% വേണം, ബാലൻസ് വേണം, ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒത്തിരി പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആകുന്നു. അങ്ങനെ നിങ്ങൾ പിന്നെ കരയാൻ തുടങ്ങുന്നു, വിഷമിക്കുന്നു, ഭയങ്കര പാനിക്കാകുന്നു. ഇനി നിങ്ങൾ വളരെ ഹൈ എനർജിയിലാണ്, ബാലൻസിലാണ് ഉള്ളതെങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്കുള്ളതായിരിക്കത്തില്ല. അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം.
നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണ് എങ്കിൽ ഇവർ എല്ലാ കാര്യങ്ങളും ടൈമിൽ ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ സ്നേഹിച്ചു, പക്ഷേ അതിന് ശേഷമുള്ള പല കാര്യങ്ങളും ഇവർ ടൈമിൽ ചെയ്തിട്ടില്ല. ഇവർക്ക് ഇവരുടെ കരിയറിലോ ഇല്ല എങ്കിൽ ഇവരുടെ പേഴ്സണൽ ലൈഫിലോ ഇവരുടെ ഫിനാൻഷ്യൽ ലൈഫിലോ ഒന്നും തന്നെ ഗ്രോ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവർ തന്നെ സ്വയം ചിന്തിക്കുകയാണ്, എനിക്ക് ഒന്നിലും ഒരു ഗ്രോ ആവാൻ സാധിക്കുന്നില്ല, ഒന്നിലും ഒരു ബാലൻസ് കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല. ഇവരും വളരെ ലോ ഫീലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവരുടെ മനസ്സിൽ ഒന്നില്ലെങ്കിൽ 2, 3 തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല, ഞാൻ ഇതൊന്നും ഡിസർവ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് ഒന്നിലും ഗ്രോ ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ള തോട്ട്സ് ഇവരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഇവർ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. അത് കാരണം തന്നെ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടാതാവുന്നു. ചില സമയം ഇവർ ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്നു. അപ്പോൾ പിന്നെയാണ് അവർക്ക് തോന്നുന്നത്, ഞാൻ എന്തിനാണ് ഇങ്ങനെ റൂഡായിട്ട് അവരോട് പെരുമാറുന്നത്, അവർക്ക് ഹേർട്ട് ആവത്തില്ലേ എന്ന്. ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ നിങ്ങളോട് റൂഡ് ബിഹേവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവർ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് നിങ്ങളോട് സോറി പറയുകയും ചെയ്യും. നിങ്ങളുടെ ആ ഒരു വിഷമം ഇവർ തന്നെ മാറ്റുകയും ചെയ്യും. അപ്പോൾ ഇവർ നിങ്ങളെ ചിരിപ്പിക്കാനുള്ള എന്തൊക്കെ ഐഡിയാസ് ഉണ്ടോ അതെല്ലാം നോക്കും. എന്നിട്ട് നിങ്ങളോട് പറയും, നിനക്കറിയാലോ എന്നെ, ഞാൻ ഇങ്ങനെയുള്ള സ്വഭാവമാണ് നിനക്കറിയാലോ, പിന്നെ എന്താ, നീ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സമാധാനിപ്പിക്കും. എന്നിട്ട് നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും ഇവർ. പക്ഷെ പിന്നെ 15 ദിവസമൊക്കെ ഇവർ ഇങ്ങനെ 12 ദിവസം 15 ദിവസം നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. പിന്നെ വീണ്ടും ഇവരുടെ എനർജി കൺഫ്യൂഷനിലേക്ക് പോകും. അപ്പോൾ നിങ്ങളിൽ നിന്ന് വീണ്ടും ഇഗ്നോർ ചെയ്യുകയോ ഇല്ല എങ്കിൽ നിങ്ങളുമായിട്ട് ഒരു വഴക്ക്, എന്തെങ്കിലും കാര്യത്തിന് വഴക്കുണ്ടാക്കി ബ്ലോക്ക് സിറ്റുവേഷനിലോ നോക്കേണ്ട സിറ്റുവേഷനിലോ ആക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ എനർജി എന്തെന്ന് വെച്ചാൽ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളോട് കുറച്ച് സമയം കുറച്ച് നാൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവർക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടും. പിന്നെ ഇവരുടെ മനസ്സൊന്ന് സമാധാനമായി മനസ്സിലൊന്ന് എല്ലാ വിഷമവും മാറുമ്പോൾ വീണ്ടും പഴയതുപോലെ നോക്കേണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പിണങ്ങി അങ്ങനെയൊക്കെ പോകും ഇവർ. അപ്പോൾ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞ് ഇവർക്കൊരു സമാധാനം കിട്ടുമ്പോഴാണ് ഇവർ ഒരു റണ്ണർ എനർജിയിൽ വരുന്നത്. അതായത് നിങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആക്കാം, നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് പറഞ്ഞത് അപ്പോഴാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ കോണ്ടാക്റ്റിൽ വരുമ്പോൾ കൂടുതൽ എനർജി അവർക്ക് കൊടുക്കാതിരിക്കുക. ഇവിടെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് എല്ലാം ഉണ്ട്. പക്ഷേ ഇവർ വിചാരിക്കുന്നത്, ഞാൻ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ പേഴ്സൺ, അതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ പേഴ്സണുമായിട്ട് ബ്രേക്കപ്പിലാവാം, എപ്പോൾ വേണമെങ്കിലും എനിക്ക് തിരിച്ചു വരാം, അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഇവർ പോകുന്നത്. അപ്പോൾ നിങ്ങളെയും കാട്ടി കുറച്ച് ബെറ്റർ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതായത് ഇവരുടെ എനർജിയിൽ റൊമാൻസ് ഉണ്ട്. ഇവർ നിങ്ങളെ മാനിഫെസ്റ്റേഷനും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇവർ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് കുറേ നാൾ മാറി നിന്നിട്ട് തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് കൂടുതലായിട്ട് ഒരു റെസ്പെക്റ്റും സ്നേഹവും ഇവർക്ക് കിട്ടുന്നത് എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. ഒരാഴ്ച നിങ്ങളോടും നല്ലതായിട്ടിരിക്കും, വീണ്ടും കുറച്ച് ദിവസം നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പിലാവും. അങ്ങനൊരു എനർജി ഇവർ അങ്ങനെ കാണിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റും സ്നേഹവും കെയറും എല്ലാം കൂടുതൽ കിട്ടുന്നു. അതിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കറണ്ട് ഫീലിംഗ്. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.